ഹലോ, ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ എങ്ങനെ ചെയ്തെന്ന് നോക്കാം. ചിക്കൻ്റെ 2 ബ്രസ്റ്റ് പീസ് എടുത്ത് ബോക്സായിട്ട് കട്ട് ചെയ്തെടുത്തു. 2 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് 1 തവി തൈരും ആവശ്യത്തിന് ഉപ്പും കുരുമുളകും 1 ടീസ്പൂൺ ഗാർലിക് പൗഡറും കൂടെ ചേർത്ത് യോജിപ്പിച്ച് ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ടൊന്ന് കോട്ട് ചെയ്തെടുത്ത്. ഇനി വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസും 1 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസുമാണ്. അതും കൂടെ ചേർത്ത് ചിക്കൻ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചിക്കൻ പീസസ് നിരത്തി തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ക്രിസ്പി ആവരുത്, ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കെടുക്കാം. ഇനി വേണ്ടത് വെജിറ്റബിൾസാണ്. കുറച്ച് സ്ലൈസ് ചെയ്ത് ബോക്സായിട്ട് എടുക്കണം. ഇഞ്ചിയും ഫ്രഷ് ചില്ലിയാണ് എടുത്തിരിക്കുന്നത്, അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതും അരിഞ്ഞ് നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വരുമ്പോഴേക്കും ആ പാനിലേക്ക് ചിക്കൻ മാറ്റിയതിന് ശേഷം പച്ചമുളകും ഇഞ്ചിയിട്ട് ഒന്ന് സോട്ട് ചെയ്ത് അതിൻ്റെ പിന്നാലെ ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്യണം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ആ പ്ലേറ്റിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് സോട്ട് ചെയ്ത് ഈ വെള്ളം പറ്റുമ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസ് കുറച്ച് വെന്ത് വന്നിട്ടുണ്ടാവും. ഒരുപാട് അങ്ങോട്ട് വേകാൻ പാടില്ല. ഈ സമയം നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കണം. പിന്നെ പെരുംജീരകത്തിൻ്റെ സ്പ്രൗട്ട്സ്, പെരുംജീരകം ഇട്ട് മുളപ്പിച്ചെടുത്ത കുഞ്ഞു കുഞ്ഞ് തൈകളാണിത്. അതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം, തീ അണച്ചതിന് ശേഷം. അപ്പോൾ ആ ചൂടിലിരുന്ന് അതെല്ലാം വെന്ത് വരും. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി വെജിറ്റബിൾസും ചിക്കനും ഒരുമിച്ച് പോകുന്ന ഒരു കറിയാണ്. എരിവ് അത്യാവശ്യം മുളകിൻ്റെതും ഉണ്ട്. അപ്പോൾ ചിക്കനും ഒരു ചിക്കൻ കറിയുണ്ട്, സ്പെഷ്യൽ ചിക്കനുണ്ട്, ഒരു കടലക്കറിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. വീഡിയോ വാച്ച് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. എൻജോയ്.